നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഏവരും വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിഷു നാളെയാണ്. ഇന്നൊരു രാത്രി കൂടിയേ ഉള്ളൂ വിഷുവിലേക്ക്, അതായത് നല്ലൊരു സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷുവിലേക്ക് കടക്കാനായി ഏതാനും മണിക്കൂറുകൾ, ഒരു രാത്രി മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ. സർവൈശ്വര്യത്തിലേക്ക്, സമൃദ്ധിയുടെ വാതിൽ തുറന്നു തരുന്ന വിഷുവിലേക്ക്, വിഷുദിനത്തിലേക്ക് കടക്കാൻ ഈ ഒരു രാത്രിയുടെ കടമ്പ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ വിഷു കണി ഒരുക്കാൻ ഏവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യവും ഇല്ല. എങ്കിൽ കൂടി വിഷു കണി ഒരുക്കുന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ആളുകളിൽ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വിഷുക്കണി ഒരുക്കേണ്ടതിൻ്റെ, എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കൂടി ഞാനൊന്ന് പറഞ്ഞു തരുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുലയും വാലായ്മയും ഇല്ലാത്തവർക്കും ആർത്തവ ദിവസം 7 ദിവസം കഴിഞ്ഞവരുമാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. കണി എന്നത് പ്രഥമ ദർശനമാണ്. അതായത് ഒരു വർഷം തുടങ്ങുന്നതിൻ്റെ, അതായത് വിഷു വർഷം തുടങ്ങുന്നതിൻ്റെ ആദ്യ കടമ്പയായിട്ടാണ് നാം കണി കാണുന്നത്. ആ കണി ഐശ്വര്യപൂർണമായി ഭഗവാൻ എല്ലാ വിഭവങ്ങളോടുകൂടി, എല്ലാ കാർഷിക വിളകളും പഴങ്ങളും എല്ലാമോട് കൂടി നിറഞ്ഞ വിളക്കിന് മുന്നിൽ ഭഗവാന്റെ തിരുരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ചൈതന്യം നിറഞ്ഞ രൂപം കാണുകയാണ് നമ്മൾ. ആ ഒരു വർഷം നമ്മൾക്ക് അതിൽ നിന്നാണ് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ ഇതിന് പ്രഥമ ദർശനമാണ് കണി നമ്മൾക്ക്. അതിനാൽ രാവിലെ ഉണർന്നാൽ ആദ്യം കാണേണ്ടത് കണിയാണ്. അത് ഏവർക്കും തന്നെ അറിയാം. ഇതിനാൽ ഇതിന് കുളി കഴിഞ്ഞിട്ട് വേണം എന്ന് ഇല്ല. എങ്കിലും രാവിലെ എഴുന്നേറ്റ് വന്നാൽ കുളിക്കാതെ നിലവിളക്ക് കത്തിക്കാൻ സാധിക്കില്ലെന്നത് ചില ആളുകളെ അത് അലട്ടുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് അയ്യോ കുളിക്കാതെ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നു എന്നൊരു സംശയം ചില ആളുകളുടെ മനസ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിന് പരിഹാരം എന്നത് രീതിയിൽ പറഞ്ഞു തരുന്നത് തലേന്ന് രാത്രി തന്നെ കണിയൊരുക്കി വിളക്ക് കത്തിച്ച് വെച്ച് കിടക്കുക എന്നതാണ് ഒരു പരിഹാരമായി പറഞ്ഞു തരാനുള്ളത്. ചില ആളുകൾക്കൊരു അയ്യോ ഞാൻ രാവിലെ എണീറ്റ് കുളിക്കാതില്ലേ വിളക്ക് കത്തിച്ചത് എന്നൊരു ഇത് വരാതിരിക്കാൻ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ, അതേവൻ തലേന്ന് തന്നെ കണി ഒരുക്കുക. അപ്പോൾ നിലവിളക്ക് കൂടി കത്തിച്ച് വെച്ച് കിടക്കുന്നത് നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് ആ കുളിക്കാതെ വന്നു എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ വരാതിരിക്കാനായി തലേന്ന് കുളിച്ച് ശുദ്ധമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. വൈകിട്ട് അത്താഴ ശേഷം മേൽ കഴുകിയോ കുളിച്ചോ ഇത് ഒരുക്കി വെക്കാം. അതായത് നിലവിളക്ക് കത്തിച്ചു വെക്കാം. ഈ വിളക്കിൽ എണ്ണ ഒഴിച്ച് കരിന്തിരി കത്താനായിട്ട് ഇടവരരുത്. അതായത് നിറച്ച് എണ്ണ ഒഴിക്കണം. രാവിലെ വരെ നമുക്ക് കത്തിയിരിക്കേണ്ടതാണ്. ഇത് കരിന്തിരി കത്താൻ യാതൊരു വിധത്തിലും ഇടവരരുത്. അങ്ങനെ വന്നാൽ നല്ലതല്ല, ഇവർക്കും അറിയാം. ഇതല്ലെങ്കിൽ വീട്ടിൽ ഒരാൾ കുളിച്ചു വന്ന് ഇത് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു പരിഹാരമായിട്ട് ഒരാൾ കുളിച്ചിട്ട് വന്ന് ചെയ്യണം. അപ്പോൾ കുളിക്കുന്നയാൾക്ക് നല്ല വിഷുക്കണി ആകില്ല എന്ന് വാസ്തവമാണ്. കുളിച്ചിട്ട് വരുന്ന ആൾക്ക് അതൊരു നല്ല വിഷുക്കണിയായില്ല. കാരണം അയാൾ കുളിച്ചിട്ട് വന്ന് ചെയ്യുമ്പോൾ അയാൾ മറ്റുള്ളവർക്ക് അത് നല്ല കണിയായി ഒരുക്കി കൊടുക്കുന്നത്. അപ്പം തലേന്ന് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആണെങ്കിൽ ആ വന്ന് കണ്ണടച്ച് വന്ന് ഭഗവാനെ ദർശിക്കുമ്പോൾ ആ നിറഞ്ഞ ദീപത്തോടു കൂടിയാണ് കാണുന്നത്. അല്ലാതെ മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ കുളിച്ചിട്ട് വന്ന് കത്തിക്കുമ്പോൾ അവർക്കത് പുതുമയായിട്ട് വരുന്നില്ല. കാരണം അവർ കുളിച്ചതിന് ശേഷം വന്നാണ് ഇത് ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർക്കാണ് അത് നിറഞ്ഞൊരു കണിയായി കാണാൻ സാധ്യമാകുന്നത്. അപ്പോൾ ഇത് ഏത് രീതി വേണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ഞാനൊരു പരിഹാരം പറഞ്ഞു. തലേന്നേ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഏവർക്കും അത് നല്ലൊരു കണിയായിട്ട് മാറുന്നതാണ്. അല്ലാത്ത പക്ഷം വീട്ടിലെ മുതിർന്ന ആൾ കുളിച്ച് വന്നതിന് ശേഷം വിളക്ക് കത്തിച്ച് ബാക്കിയുള്ളവരെ വിളിച്ചുണർത്തുമ്പോൾ ആ ആദ്യം ചെയ്ത ആൾക്ക് കുളിച്ചതിന് ശേഷമാണ് വന്നവർ കാണുന്നത്. എങ്കിലും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ ദർശിച്ച് പോയി കുളിച്ചതിന് വന്നതിന് ശേഷം വിളക്ക് കത്തിക്കാവുന്നതാണ്. ഇതുപോലെ ഈ തിരിയിൽ തീ കത്തിപ്പടരാത്ത വിധത്തിൽ വേണം. ഭയങ്കര തീയായിട്ട് വരരുത്. ചെറിയ നല്ല ദീപനാളം വേണം. ഒരുപാട് എണ്ണ ഒഴിച്ചു വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തീ പന്തം പോലെ എരിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കലും വരരുത്. ഇതിലേക്ക് പ്രാണികളും മറ്റും വന്ന് വീഴാതെ തന്നെ സൂക്ഷിക്കുകയും വേണം. ബന്ധുക്കൾ മരിച്ചാൽ വീട്ടിൽ കണി വയ്ക്കാമോ എന്ന സംശയം തന്നെ പലർക്കുമുണ്ട്. പുലകുളി കഴിഞ്ഞാൽ കണി വയ്ക്കാവുന്നതാണ്. ഇതിനു മുൻപേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാൽ കണി കാണുന്നതിനും കുഴപ്പമില്ല.
അപ്പോൾ അതായത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കണിയോ ഇതല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ച കണിയോ നമുക്ക് കാണാവുന്നതാണ്. അല്ലാതെ കണി കാണുന്നതിന് കുഴപ്പമില്ല. ആർത്തവ സമയത്ത് കണി വയ്ക്കാമെന്ന സംശയവും ചിലർക്ക് ഉണ്ടാകും. കണി കാണാം, പക്ഷേ ആ വ്യക്തി അത് കണി വയ്ക്കാൻ തുനിയരുത്. പച്ചക്കറികൾ കണിക്ക് വയ്ക്കാം. ചിലർ മുളക് വയ്ക്കാമോ എന്ന സംശയം ചോദിച്ചിട്ടുണ്ട്. അതൊന്നും വയ്ക്കാൻ പാടുള്ളതല്ല. പിന്നെ പൂജാമുറി ഇല്ലാത്തവർ ഏതെങ്കിലും ഒരു ശുദ്ധമായ ഭാഗത്ത് വേണം കണി ഒരുക്കാനായിട്ടുള്ളത്. കയ്പേറിയതായിട്ടുള്ള പച്ചക്കറികളും പുളിയുള്ളതായിട്ടുള്ള പുളിയുള്ളതായിട്ടുള്ള പഴങ്ങളും ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളത് അല്ല. കണി വയ്ക്കുമ്പോൾ സാധാരണ ഉരുളിയിലോ പാത്രത്തിലോ ആണ് കണി വയ്ക്കുക. ഒരു പാത്രത്തിൽ തനിയെ വയ്ക്കാൻ സാധിക്കില്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് വയ്ക്കുന്നതിന് ഒരു പാത്രത്തിൽ മാത്രമായിട്ട് ഇത് വയ്ക്കാൻ സാധ്യമാകുമ്പോൾ അടുത്ത് വേറൊരു പാത്രം കൂടി ചേർത്ത് വെച്ച് ഇത് നിറച്ച് എല്ലാ ഫലമൂലാദികളോടുകൂടി വെക്കുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. ഒരു പാത്രത്തിൽ മാത്രമേ പാടുള്ളൂ എന്നതിനകത്തൊരു വാസ്തവമില്ല. കാരണം അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഉരുളി ആയിരിക്കണം. ഇതിപ്പോൾ ചെറിയ ഉരുളിയാണെങ്കിൽ 2 പാത്രത്തിനകത്തായിട്ട് വെക്കുന്നതിനും വലിയ കുഴപ്പമൊന്നുമില്ല. വെറും നിലത്ത് ഒരിക്കലും കണി വയ്ക്കരുത്. ഒരു പായയിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ ഒരു സ്റ്റൂളിലോ ഒക്കെ ആയിട്ട് കണി വയ്ക്കുന്ന കുഴപ്പമില്ല. നെല്ല്, അരി അലക്കുമുണ്ട് നന്നായി അലക്കി വൃത്തിയാക്കി മടക്കി വെച്ചിരുന്ന ഒരു മുണ്ടായിരിക്കണം. സ്വർണ്ണാഭരണം, നാണയം അല്ലെങ്കിൽ നോട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടിയും ഉപയോഗിക്കാം. വാൽക്കണ്ണാടി, ചന്ദനം, കുങ്കുമം, കണിവെള്ളരി, കൊന്നപ്പൂവ്, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ വയ്ക്കാം. കൃഷ്ണവിഗ്രഹം വളരെ നിർബന്ധമാണ്. കണി കണ്ടതിന് ശേഷം പിന്നെ വിളക്ക് എപ്പോൾ കെടുത്താമെന്നതും ചില ആളുകൾക്ക് സംശയമുണ്ട്. കണി കണ്ട് കഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷം അല്പനേരം കത്തിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വിളക്ക് കെടുത്താവുന്നതാണ്. കണി കാണുമ്പോൾ കൃഷ്ണനാമം പ്രത്യേകമായി ജപിക്കേണ്ടതാണ്. മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടെ ഭഗവാൻ കൃഷ്ണനെ വളരെ നിറഞ്ഞ ഭക്തിയോടെ മനസ്സിൽ സ്മരിച്ചു വേണം കണി കാണുമ്പോൾ ചെയ്യേണ്ടത്. അതായത് ആ ഒരു വർഷം ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തണം. അദ്ദേഹത്തിൻ്റെ കൃപയും അദ്ദേഹത്തിൻ്റെ ആ വാത്സല്യവും അദ്ദേഹത്തിൻ്റെ ആ എല്ലാ നിറഞ്ഞ അനുഗ്രഹവും നമ്മളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വർഷം വരെ ഉള്ളൊരു ഫലമാണ് നമ്മൾക്ക് ഈ ഒരു വർഷം തൊട്ട് അടുത്ത വിഷു വർഷം വരെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നതി, ആരോഗ്യം, സാമ്പത്തികം പോലെ പ്രധാനമാണ് ആരോഗ്യം, അതുപോലെ ദീർഘായുസ്, ഐശ്വര്യം, കുട്ടികളുടെ പഠന സംബന്ധമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം നാളെ ആ കണി ഒരുക്കുന്നതിലൂടെ ആ ഒരു വർഷം നിറഞ്ഞ ഐശ്വര്യം ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്രത്തോളം നമ്മൾക്ക് ഭഗവാനെ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാവോ അത്രത്തോളം പ്രാർത്ഥിച്ച് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവിനും എല്ലാ ആളുകൾക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് എല്ലാവരും ഇങ്ങോട്ടും പരസ്പരം കൈനീട്ടം കൈമാറി എല്ലാം ഐശ്വര്യത്തോടെ നല്ല ആഹാരം സദ്യ കഴിച്ച് മനസ്സന്തോഷത്തോടെ സമാധാനത്തോടെ ഏവർക്കും ഐശ്വര്യപൂർണമായ നല്ല ഒരു വിഷുക്കണി, നല്ലൊരു വിഷു വർഷം, നല്ല സമ്പദ് സമൃദ്ധി ഏവർക്കും നല്ലൊരു വർഷം പ്രദാനം ചെയ്യട്ടെ. ഭഗവാൻ കൃഷ്ണൻ ഏവർക്കും ഐശ്വര്യം നൽകട്ടെ എന്ന് മനമൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഏവരും നന്നായിരിക്കുക, നന്നായി സന്തോഷത്തോടെ ഇരിക്കുക. നല്ലൊരു വർഷം ഏവർക്കും ഉണ്ടാകട്ടെ. നല്ലൊരു കണി ഏവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.